हरिराम कृष्ण जगन्नाथ प्रेमानंदी, ये क्या हुआ? പള്ളി പൊളിക്കാൻ പോയവരില്ല, കാണാൻ പോയവരില്ല, കണ്ടത് ഒരൊറ്റ ഷോ, ഒരു വൺ മാൻ ഷോ. ബാബരി വഴി രാമക്ഷേത്രത്തിലെത്തിയ മോദിജി ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ ജി ഫ്രെയിമിൽ തന്നെ ഇല്ലാതിരുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു സമുദായത്തെ തന്നെ ചവിട്ടി തേച്ച് ആളുകളെ തമ്മിലടുപ്പിച്ച് കെട്ടിപ്പൊക്കിയ അയോധ്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ വരെ സൈഡാക്കിക്കൊണ്ട് ഒരു വൺ മാൻ ഷോ. ഇന്നലെ നടന്ന ഈ ഷോയുടെ അല്ലറ ചില്ലറ താത്വിക അവലോകനങ്ങളും പിന്നെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാത്ത ചില അവലോകനങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികാരങ്ങൾ വ്രണപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. अब काल चक्र फिर बदलेगा. വല്ലതും മനസ്സിലായോ? ഒരു പുതിയ കാലചക്രമാണ് ഇപ്പോൾ തിരിഞ്ഞത്. രാമനാണ് രാജ്യത്തിന്റെ ഊർജം. രാജ്യത്തിന്റെ വികസനം രാമഭക്തിയാക്കി മാറ്റണം. അടുത്ത 1000 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പുരോഗതിക്ക് തുടക്കം കുറിക്കാൻ ഇതാണ് ശരിയായ സമയം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അടുത്ത 1000 വർഷത്തിന്റെ കാര്യമൊന്നും അറിയില്ലെങ്കിലും അടുത്ത 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എല്ലാം വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അല്ലാതെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാബരിയിലെ രാമനെ മുൻനിർത്തി ഹൃദയം തരണേ കൂട്ടുകൂടണേ എന്ന് പറഞ്ഞ് മോദിജി വരുമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒരുപാട് കേട്ടിട്ടുണ്ട് ആ മനുഷ്യൻ. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാണ്ട് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇവിടെ ഭരിക്കാൻ കയറിയപ്പോൾ 3 പ്രധാന അജണ്ടകളാണ് മോദിജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ മുന്നോട്ട് വെച്ചത്. പറയുമ്പോൾ അതും കൂടി പറയണമല്ലോ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകി പോന്ന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വെട്ടിമുറിച്ചിട്ടത് 1. മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. 4 വർഷം മുമ്പ് അതിനൊരു തീരുമാനമാക്കി തന്നില്ലേ. ബാബരി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം കെട്ടിപ്പൊക്കിയത് 2ാമത്തെ അജണ്ട. ഇതോടെ രാമരാജ്യം ഹിന്ദുരാഷ്ട്രം ഏകദേശം ഒരു ട്രാക്കിലായിട്ടുണ്ട്. ഇനി ആ 3ാമത്തെ അജണ്ട, ഏക സിവിൽ കോഡ്. അതിന് വലിയ കാലതാമസമൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ പേടിയൊക്കെ തോന്നില്ലേ? പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. തൃശ്ശൂരിലേക്ക് ആള് പോയിട്ടുണ്ട്. പിന്നെ ഇനിയൊരു ഗുജറാത്ത്, മണിപ്പൂർ, UP, മധ്യപ്രദേശ് കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സെറ്റാണ്. മധ്യപ്രദേശിൽ കണ്ടില്ലേ, അവിടെ അയോധ്യയിൽ പള്ളിക്ക് മേലെ പ്രതിഷ്ഠ നടത്തുന്നു, ഇവിടെ കുരിശിനു മേലെ കൊടി കെട്ടുന്നു. മധ്യപ്രദേശിലെ ജംബുയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഒരു കൂട്ടം ആളുകൾ കയറി ജയ് ശ്രീറാം വിളിച്ച് കുരിശിനു മേലെ കൊടി കെട്ടിപ്പോയി. എന്തിന്? സംഘപരിവാറല്ലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും ഉണ്ടാക്കിയിട്ട സ്ഥലം കയ്യേറി ആരാധനാലയങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് കൊടി കെട്ടി അങ്ങനെ അങ്ങ് ജീവിക്കുന്നു. ആരെങ്കിലും കാര്യം ചോദിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരോ ഇതിലെ നടന്നു പോയിട്ടുണ്ടെന്നൊക്കെ വെച്ചങ്ങ് കാച്ചണം. കൂടുതൽ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വന്ന ഒരു രാജ്യത്തെ ഇങ്ങനെ കുത്തുവാള എടുപ്പിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ചു നോക്ക്. മേരെ പ്യാരെ ദേശവാസിയോ എന്നൊക്കെ ആ വായിൽ നിന്ന് കേൾക്കണമെങ്കിൽ നീയൊക്കെ ഇനി കൊതിക്കണം. ആ ലൈനൊക്കെ ഇപ്പൊ പോയി. ഇനി അങ്ങോട്ട് ജയ് ശ്രീറാം. അയോധ്യ കഴിഞ്ഞതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് നിഷ്കളങ്കരെ. വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് ഉണ്ട്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഉണ്ട്. എന്തൊക്കെ പൊളിക്കാൻ കിടക്കുന്നു, അല്ല പണിയാൻ കിടക്കുന്നു. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഹൃദയം തരണേ കൂട്ടുകൂടണേ. മോദിജിയുടെ വൺ മാൻ ഷോക്കിടെ മുങ്ങിപ്പോയ ചില ഷോകൾ നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. കങ്കണ റണാവത്ത്, അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ട് വേണോ ചേച്ചിയെ നമുക്ക് പരിഗണിക്കാൻ? പട്ടുസാരിയും കൂളിംഗ് ഗ്ലാസും കയ്യിലൊരു ചൂലും പിടിച്ച് അമ്പലം ക്ലീൻ ചെയ്യാനിരുന്ന ആ ഇരിപ്പ്. കാവിലെ ഭഗവതി നേരിട്ട് ഇറങ്ങി വന്നതോ എന്ന് ചോദിക്കണം. ഒന്നുമില്ലെങ്കിലും ഇക്കണ്ട വർഷം മുഴുവൻ സോഷ്യൽ മീഡിയയിലിരുന്ന് തുപ്പി തുപ്പി പുള്ളിക്കാരിയുടെ തൊണ്ടയിലെ വിഷം വരെ ഇറങ്ങി കാണും. പിന്നെ രൺബീർ കപൂർ, ആലിയ ഭട്ട്, മാധുരി ദീക്ഷിത്, വിക്കി കൗശൽ, കത്രീന കൈഫ്, ആയുഷ്മാൻ ഖുറാന. പെട്ടെന്ന് കാണുമ്പോൾ കരൺ ജോഹറിന്റെ വീട്ടിലെ പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷെ ജയ് ശ്രീറാം വിളിക്കാൻ ഇറക്കിയവരാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ഇരിക്കുന്നതേ. ഇതൊരു പ്രത്യേക വികാരമാണ്. എല്ലാവരും വരുവിന് അനുഗ്രഹം വാങ്ങിക്കുവിൻ എന്നൊക്കെ സച്ചിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ പുളകം കൊണ്ടുപോയി. മോദിജി പ്രസംഗിക്കുന്നു, ഇവരൊക്കെ കൈയടിക്കുന്നു, ജയ് ശ്രീറാം വിളിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് രഘുപതി രാഘവ രാജാറാം കേൾപ്പിച്ചതായിരുന്നു ഏറ്റവും വലിയ കോമഡി. ഈ കാട്ടിക്കൂട്ടലുകൾക്കിടെ ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ച് മലയാള സിനിമാ രംഗത്തെ ചിലർ പ്രതികരിച്ചത് മികച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഷൈനികം, പാർവതി, റിമ കല്ലിങ്കൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ ജപിക്കാനുള്ള രാമനാമം പറഞ്ഞു കൊടുത്തവരും കുഴുകുത്തി കഞ്ഞുകുടുപ്പ് ടീമും ഒക്കെ മറ്റൊരു വഴിക്ക് പോയി. പ്രമുഖരോ പോട്ടെ, നിഷ്പക്ഷരെന്ന് ചമഞ്ഞു നടന്ന നമ്മുടെ ചുറ്റുമുള്ള ചിലരൊക്കെ പാമ്പ് മാളത്തിൽ നിന്ന് തലപൊക്കുന്നത് പോലെയായിരുന്നു വന്നത്. ഇന്നലെ വരെ മതമൊന്ന് മനുഷ്യരൊന്ന് എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ ഇന്ന് നിങ്ങളുടെ മതമോ രാഷ്ട്രീയമോ ഏതുമാകട്ടെ, മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ജയ് ശ്രീറാം എന്നൊക്കെ എഴുതി വിടുന്നത് കണ്ട് കണ്ണു നിറഞ്ഞ് തുളുമ്പിപ്പോയി.
കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ഇത്തരക്കാർ അടങ്ങി നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നോർത്ത് തെലങ്കാന ആയിരുന്നെങ്കിൽ ഒരു പൊളിച്ചേനെ. പിന്നെ പ്രത്യേക ജൂറി പരാമർശം അർഹിക്കുന്ന ഒന്ന് മലയാള മാധ്യമങ്ങളുടെ ആത്മാർത്ഥതയായിരുന്നു. ജനം TV കാണാൻ പോയവർ ചാനൽ മാറി കണ്ടിട്ടും തൃപ്തി അടയുന്ന അവസ്ഥയായിരുന്നു. മാറ്റം പേരിൽ മാത്രം, കളറ് കാവ്യ തന്നെ. വെയിറ്റ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രതിപക്ഷം എവിടെ? പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും സോണിയാഗാന്ധി പിന്നീട് അയോധ്യയിലേക്ക് പോകുമെന്ന് ഒരു കരക്കമ്പി കേൾക്കുന്നു. അത് പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണ്ടേ? പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു, രാജ്യമെങ്ങും പ്രതിഷേധം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്തു ചെയ്യുന്നു? ഭാരത് ജോഡോ ബസ് തടഞ്ഞ BJP-ക്കാർക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. ഓ മുഹബത്തിൻ്റെ അവലും കഞ്ഞി. അതെന്തെങ്കിലും ആകട്ടെ, മനസ്സിൽ നന്മയുള്ളവരാണോ നിങ്ങൾ? ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോകൂ. താങ്ക്സ്.